എല്ലാവർക്കും വീടുള്ള ഒരു വാർഡ് എന്റെ ഈ വാക്ക് കേൾക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ വാർഡിൽ വീട് ആവശ്യമില്ലാത്തവരുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുവട്ടം അങ്ങനെ വാർഡുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൈ ഉയർത്താം. അതിദരിദ്രരായിരിക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് PR വർക്ക് നടത്തുന്നതിന് വേണ്ടി കേരളത്തിലെ പാവപ്പെട്ടവൻ സാധാരണക്കാരെ വഞ്ചിക്കുന്ന രീതിയിൽ സർക്കാർ എടുത്ത നിലപാടിൽ അത് തെറ്റാണ്, അതിൽ നിന്ന് പിന്തിരിയണമെന്ന് സാധാരണക്കാരൻ പറയുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോവുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുവട്ടം ഈ കൽപ്പറ്റ നിയോജക മണ്ഡലം ഗ്രാമപഞ്ചായത്തുകളും ഒരു നഗരസഭയും ചേർന്ന് കൽപ്പറ്റ നിയോജക മണ്ഡലം നിങ്ങളൊക്കെ ജീവിക്കുന്ന വീട്ടിന്റെ പിന്നാമ്പുറത്തേക്ക് യമുന ചേച്ചിയല്ലേ നേരത്തെ ഷോള് ഹാരാർപ്പണം നടത്തിയ യമുന ചേച്ചിയുടെ വീട്ടിലേക്ക് ഇപ്പൊ യമുന ചേച്ചി വീട്ടിലേക്ക് പൊതുയോഗം കഴിഞ്ഞ് നടന്നു പോകുന്ന സമയം വീടില്ലാത്തവർ എത്ര പേര് യമുന ചേച്ചിയുടെ വാർഡിലുണ്ട്? ഷീറ്റ് കെട്ടി, ഓല കൊട്ട് കെട്ടി, പലപ്പോഴും CPM-ന്റെ തന്നെ സർക്കാർ ഓഫീസുകളുടെ മുൻപിൽ, കലക്ടറേറ്റിന് മുൻപിൽ സ്ഥാപിച്ച ഫ്ലക്സുകൾ കൊണ്ടുപോയി ഒന്ന് മറച്ചു വെച്ച് താമസിക്കുന്ന വീടുകൾ യമുന ചേച്ചിയുടെ വീടിന്റെ വാർഡിൽ മാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വാർഡിൽ വീടില്ലാത്തവർ ഉണ്ടോ? എല്ലാവർക്കും വീടുള്ള ഒരു വാർഡ് എന്റെ ഈ വാക്ക് കേൾക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ വാർഡിൽ വീട് ആവശ്യമില്ലാത്തവരുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓല കൊണ്ട് ഷെഡ് വെച്ച്, ടാർപ്പായ കൊണ്ട് വീട് മറച്ചു വെച്ച്, ബാത്റൂമിലേക്കൊന്ന് പോകാൻ കഴിയാതെ, സിമന്റ് ചാക്ക്, കാലിയായ ഏതെങ്കിലും ബിൽഡിംഗ്, ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിനകത്ത് തേപ്പൊക്കെ കഴിഞ്ഞാൽ ആ സിമന്റ് ചാക്ക് അവിടെ കൊണ്ടിടും. ആ ചാക്ക് കൊണ്ടുപോയി കീറി അത് ചാക്ക് നൂലുകൊണ്ടോ പ്ലാസ്റ്റിക് നൂലുകൊണ്ടോ ചേർത്ത് വെച്ച് ടോയ്ലറ്റിൽ പോകുന്നവർ നിങ്ങളുടെ വാർഡിനകത്തില്ലേ? ഇല്ലാത്തവരൊന്ന് കൈ ഉയർത്തിയാൽ. നിങ്ങളുടെ വാർഡിൽ ഈ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർ, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി പ്രയാസപ്പെട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഷ്ടപ്പെടുന്നവർ ഇല്ലാത്ത ഒരു വാർഡെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. ഇരിക്കുന്നവർക്കല്ല, കടകളിൽ നിന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക്. കടയിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനിടയിൽ അങ്ങനെ വാർഡുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൈ ഉയർത്താം. അങ്ങനെ നിങ്ങളെ കൈ ഉയർത്തുകയാണ് എങ്കിൽ ഈ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും 86 നഗരസഭകളിലും 14 ജില്ലാ പരിധികളിലും വരുന്ന മുഴുവൻ വാർഡുകളിലും കൈ ഉയർത്തിക്കൊണ്ട് ഞങ്ങളുടെ വാർഡിൽ ഓല കൊണ്ട് മേഞ്ഞ്, ഷീറ്റ് കൊണ്ട് മറച്ച്, സിമന്റ് ചാക്കുകൊണ്ട് വെച്ച് ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിൽ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്, അതില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ കേരളത്തിനെ ആ പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ കേരളത്തിലേക്ക് സഹായം കിട്ടാത്ത സാഹചര്യങ്ങളിൽ ആ കേന്ദ്രത്തിന് കേരളത്തിലേക്ക് കൊടുക്കുന്ന പല പദ്ധതികളുടെയും ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി ആ പദ്ധതികൾ ഇല്ലാതെയാക്കുന്ന സർക്കാരിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്നലെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കളിക്കുന്ന നാടകം അധിക നാൾ നീണ്ടു നിൽക്കുകയില്ല. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഉന്നം വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്.